Hello my dear children, in last class we have learned the need of food, kinds of food, where does the food comes from, meals of the day. First I will tell you the need of food. Food help us to grow, food make us strong and healthy. Then kinds of food, we are getting different kinds of food. We are getting milk, fish, egg, pulses help us to grow. Then fruits and vegetables keep us healthy. Rice, sugar, butter, chapati and bread gives us energy. These are the need of food. Now we can learn where does this food get from. Already I have told you all these points in the last class. We are getting fruits, vegetables and pulses from plants. Then milk, egg and meat from animals. Next one, ice cream, butter, ghee, cheese are made from milk. All these items we are getting from different sources. Then meals of the day. How many meals we have in a day? We have 3 meals. How many meals? 3 meals. Which are they? Morning we will have breakfast. Then afternoon lunch. Night dinner. Morning breakfast. Afternoon lunch. Night dinner. We will have 3 meals in a day. Next one, we can learn the need of water. Why we are drinking lots of water? Our body needs water. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് വെള്ളം. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാനേ സാധിക്കത്തില്ല. Our body also needs water. Water help us to digest the food we eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വെള്ളം കുടിക്കുക. ശരിക്കും വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇതൊന്നും ദഹിക്കത്തില്ല. നെക്സ്റ്റ് വൺ, we must drink 6 to 8 glasses of water every day. എല്ലാ ദിവസവും 8 തുടങ്ങി 10 ഗ്ലാസ് വെള്ളം വരെ നമ്മൾ കുടിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ, our body also need water. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള ഒന്നാണ് വെള്ളം. Water helps to digest the food we eat. ദഹന പ്രക്രിയയെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വാട്ടർ. We must drink 6 to 8 glasses of water every day. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് നമ്മൾ 8 തുടങ്ങി 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചാൽ മാത്രമേ നമുക്ക് ദഹന പ്രക്രിയ പ്രോപ്പർ വേയിൽ നടക്കുകയുള്ളൂ. Now we can learn good eating habit. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? Look at here children. Eat clean and fresh food. Always we have to eat clean and fresh food. നല്ല വൃത്തിയുള്ളതും ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ എപ്പോഴും കഴിക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, eat your meals at the same time every day. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുക. എന്താണ് ചെയ്യേണ്ടത്? Eat your meals. നിങ്ങളുടെ ഭക്ഷണം at the same time every day. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുക. നെക്സ്റ്റ് വൺ, eat with your mouth closed. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വായ അടച്ചു വെച്ചിട്ട് വേണം. വായ അടച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക. നെക്സ്റ്റ് പോയിന്റ്, eat slowly, chew your food well. പതിയെ ചവച്ചരച്ചു വേണം ഭക്ഷണം കഴിക്കാൻ. അല്ലാതെ പെട്ടെന്ന് ഫുഡ് വായിലിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് വിഴുങ്ങരുത്. ഓൾവേസ് യു ഹാവ് ടു ഈറ്റ് സ്ലോലി, chew your food well. നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക. നെക്സ്റ്റ് പോയിന്റ്, വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ഭക്ഷണത്തിന് മുന്നും ഭക്ഷണം കഴിഞ്ഞ ശേഷവും നിങ്ങളുടെ കൈകൾ വൃത്തിയായി കഴുകുക. നെക്സ്റ്റ് വൺ, റിൻസ് യുവർ മൗത്ത് ആഫ്റ്റർ മീൽസ്. ഭക്ഷണത്തിന് ശേഷം നിങ്ങളുടെ വായ നന്നായി കഴുകുക വെള്ളം ഉപയോഗിച്ച്. ഒരു പ്രാവശ്യം മിസ് പറഞ്ഞാൽ I will read once again all these points children. First one, the need of water. Why we are drinking lots of water? Water helps to digest the food we eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കണമെങ്കിൽ we should drink water. How much water we have to drink? At least 8 to 6 glasses of water we have to drink.
Water helps to digest the food we eat. ദഹന പ്രക്രിയ പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ നന്നായി വെള്ളം കുടിക്കണം. നെക്സ്റ്റ് വൺ, ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്. നല്ല ശീലങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് പോയിന്റ്, eat clean and fresh food. Always you have to eat clean. വൃത്തിയുള്ളതും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. നെക്സ്റ്റ് വൺ, eat your meals at the same time every day. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുക. മോർണിംഗിലും ആഫ്റ്റർനൂണും അതുപോലെ തന്നെ ഡിന്നറും പ്രോപ്പർ ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക. തേർഡ് പോയിന്റ്, eat with your mouth closed. വായ അടച്ചു വെച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. നെക്സ്റ്റ് വൺ, eat slowly and chew your food well. നന്നായി ചവച്ചരച്ച് ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. നെക്സ്റ്റ് വൺ, wash your hands before and after eating. ഭക്ഷണത്തിന് മുന്നും ഭക്ഷണത്തിന് ശേഷവും നമ്മുടെ കൈകൾ വൃത്തിയായി കഴുകുക. Then rinse your mouth after the meals. ഭക്ഷണത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വായ നന്നായി കഴുകുക. See this meaning of all these words. Digestion. Dahana. What's the spelling? D-I-G-E-S-T-I-O-N. Water helps to digest the food we eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായി ദഹിക്കണമെങ്കിൽ നമ്മൾ എന്ത് കുടിക്കണം? We should drink lots of water. Next one, breakfast. When we have breakfast in the morning, meaning pradhan. Next one, habit. H-A-B-I-T. Habit, ശീലം. Third one, chew. C-H-E-W. Chew. ചവയ്ക്കുക. Then rinse. R-I-N-S-E. Rinse. കഴുകുക. See, rinse your mouth after meals. നമ്മൾ ഭക്ഷണത്തിന് ശേഷം നന്നായി നമ്മളുടെ വായ കഴുകുക. Now children, take your text to page number 153. Look at here all of you. First point, we need water. Our body also need water. നമ്മുടെ ബോഡിക്ക് എന്താണ് അത്യാവശ്യമായിട്ടുള്ള ഒന്ന്? വെള്ളം. Water helps to digest the food we eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കണമെങ്കിൽ നമ്മൾ എന്ത് കുടിക്കണം? We have to drink lots of water. We must drink 6 to 8 glasses of water every day. എന്തോരം വെള്ളം കുടിക്കണം നമ്മള്? How much water we have to drink in a day? 8 to 6 glasses of water. Good eating habit. Eat clean and fresh food. Next point, eat your meals at the same time every day. Third point, eat with your mouth closed. Then eat slowly, chew your food well. Wash your hands before and after eating. Rinse your mouth after meals. Here you can see a child is sitting here. See in this circle there is a one point. Take only as much as food you can finish. Never waste food. Once again, take only as much food as you can finish. Never waste food. ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമേ നമ്മൾ നമ്മുടെ പ്ലേറ്റിലേക്ക് എടുത്ത് നമ്മൾ കഴിക്കാൻ യൂസ് ചെയ്യാവുള്ളൂ. Okay? Thank you children. We will meet you in the next class.